ഹലോ, വെൽക്കം ടു ലൈഫ് ഓഫ് ദിയ സ്വാതി. അപ്പോൾ നമ്മളിന്ന് ലുലുവിൽ ചക്ക ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു, അത് കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ മദീന സൈഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിംഗ് മോളിൻ്റെ ഉള്ളിലുള്ള ലുലുവിലാണ് പോകുന്നത്. അപ്പോൾ ഷോപ്പിംഗ് മോളിൻ്റെ ഉള്ളിൽ കൂടെ പോകാമെന്ന് ആദ്യം ഞാൻ വിചാരിച്ചു, പക്ഷേ എനിക്ക് കൺഫ്യൂഷൻ ആയല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പുറത്തു കൂടെ നടന്നിട്ട് ലുലുവിലേക്ക് എൻ്റർ ചെയ്യുന്ന ഒരു പാസേജിൽ കൂടെ നടക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ രണ്ട് സൈഡിലും ഇഷ്ടം പോലെ കടകളുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഈ എക്സിബിഷൻസ് ഒക്കെ വരുമ്പോൾ കുഞ്ഞു കുഞ്ഞു കടകളുണ്ടാവില്ലേ, അതുപോലെയാണ്. അപ്പോൾ നമ്മളങ്ങനെ നടന്ന് ലുലുവിൻ്റെ ഫ്രണ്ടിലെത്തി. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇതിപ്പോൾ ചക്ക ഫെസ്റ്റ് നടക്കുന്നതുകൊണ്ടെന്നല്ല, ലുലുവിൽ എപ്പോഴും നല്ല തിരക്കാണ്. അങ്ങനെ ഞാൻ ലുലുവിൽ എൻ്റർ ചെയ്തിട്ട് ഇങ്ങനെ നോക്കുകയാണ്, ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അപ്പോൾ നോക്കി ഞാനിങ്ങനെ വന്നപ്പോൾ നമുക്കവിടെ ഡെക്കറേഷൻസ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അവരവിടെ ഇങ്ങനെ ഒരു എൻട്രൻസ് പോലെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ജാക്ക് ഫ്രൂട്ട് ഫിയസ്റ്റ 24 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു ചക്കയുടെ ഒരു കളർ കോമ്പിനേഷൻ, അതായത് ഒരു ഗ്രീൻ ആൻഡ് യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ച് ഷെയ്ഡിൽ വരുന്ന ബലൂൺസാണ് ഫുൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഇവിടെ ഒരു പ്ലാവ് പോലെ കൊടുത്തിട്ടുണ്ട്. പ്ലാവിൻ്റെ ചോട്ടിൽ കുറേ ചക്ക വീണ് കിടക്കുന്ന പോലെയാണ് അവർ ഡെക്കറേഷൻസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമായിരുന്നു, പല വെറൈറ്റീസ് ഓഫ് ചക്കയുണ്ട്. ഇത് തായ്ലൻഡ് ജാക്ക് ഫ്രൂട്ട്, പിന്നെ പല കൺട്രീസിലെ ജാക്ക് ഫ്രൂട്ട് അവിടെ കാണാം. അത്യാവശ്യം എല്ലാത്തിനും നല്ല റേറ്റ് ഉണ്ടായിരുന്നു. ഈ തായ്ലൻഡ് ജാക്ക് ഫ്രൂട്ടിൻ്റെ റേറ്റ് വരുന്നത് പെർ kg 24 ദിർഹംസ് അടുപ്പിച്ചാണ്, അതായത് നാട്ടിൽ ഏകദേശം ഒരു 500 രൂപ. ഇത് റെഡ് വിയറ്റ്നാം ജാക്ക് ഫ്രൂട്ടാണ്, അത് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. പിന്നെ ഇതാ ഇവിടെ നമുക്ക് ഇന്ത്യൻ ജാക്ക് ഫ്രൂട്ട് കാണാം, പിന്നെ പഹ്മുട്ടാൻ എന്ന് പറഞ്ഞിട്ടൊരു ജാക്ക് ഫ്രൂട്ട് വെറൈറ്റി കാണാം, പിന്നെ യെല്ലോ വിയറ്റ്നാം ജാക്ക് ഫ്രൂട്ട് ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ നോക്കി വരുമ്പോൾ ദാ ഒരു കുഞ്ഞ് ആഞ്ഞിലി ചക്ക എൻ്റെ കയ്യിൽ കിട്ടി. വലിയ ചക്കയുടെ ഇടയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് ഞാനങ്ങ് മാറി നോക്കുമ്പോൾ കാണാം കുറേ ആഞ്ഞിലി ചക്ക ഇങ്ങനെ ചെതറി കിടപ്പുണ്ട്. എന്താണാവോ അങ്ങനെ കിടക്കുന്നത്. പിന്നെ ഞാൻ കുറച്ചിങ്ങനെ നടന്നപ്പോൾ കണ്ടു ഒരു വലിയൊരു ചക്ക. എൻ്റെ കൈ ഞാൻ വെച്ചിരിക്കുന്ന അതിൻ്റെ സൈസ് ഡിഫറൻസ് അറിയാൻ വേണ്ടിയാണ്. പിന്നെ കുറച്ചിങ്ങനെ നടന്നു വന്നപ്പോഴത്തേനും നമുക്ക് ചക്ക കഴിച്ചാലുള്ള ഗുണങ്ങൾ എന്താണ് എന്നൊക്കെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഡെക്കറേഷൻ്റെ ഭാഗമായിട്ട് വലിയ വീലുള്ള പോലത്തെ പഴയ ടൈപ്പ് ഉന്തുവണ്ടി പോലത്തെ വണ്ടിയിൽ ഒരു വലിയ ചക്കയുടെ ഫോട്ടോയും പിന്നെ ചക്കയുടെ ഗുണങ്ങളും അവിടെയും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണൊരു ഡെക്കറേഷൻസ് വരെ. ഇത് വേറൊരു സൈഡിൽ കൂടെ ഞാൻ വന്നപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ആ ഒരു അതിലേക്ക് എൻട്രൻസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അവിടെ ഫ്രോസൺ ചക്ക ഉണ്ടായിരുന്നു. പിന്നെ ചക്ക ഐസ്ക്രീം അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാനവിടെ കണ്ടില്ല. മേ ബി അത് തീർന്നതായിരിക്കും. തൽക്കാലം നമ്മൾ ചക്കയൊന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പം ഞാൻ മുന്നോട്ട് നടന്നപ്പോൾ നമ്മുടെ നാട്ടിലത്തെ എല്ലാ പലഹാരങ്ങളും ഇരിക്കുന്ന കാണാം. വെട്ട് കേക്ക്, അച്ചപ്പം, കുഴലപ്പം, മടക്ക് എല്ലാം ഇരിപ്പുണ്ട്. ഇതൊക്കെ ജസ്റ്റ് നോക്കിയിട്ട് നമ്മളിങ്ങ് പോകുന്നു.